സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു, മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നും വിമർശനമുയർന്നു. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി. സിപിഐ വകുപ്പുകൾക്ക് പണം നൽകാതെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുന്നതായും വിമർശനം. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഇടതുപക്ഷത്തെ ഒരു പ്രധാന ഘടകകക്ഷിക്ക് തന്നെ മുഖ്യമന്ത്രിയോട് അതൃപ്തി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പോൾ അത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? CPI ഇടതുമുന്നണി വിടണമെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഈ സമ്മേളന കാലത്ത് വിവിധ സമ്മേളനങ്ങളിലായി ഉയരുകയാണ് സിപിഐക്കുള്ളിൽ. അതിൽ ഇപ്പോൾ പുതിയ ഒരു വിമർശനം കൂടി എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഈ വിമർശനം കൂടുതൽ കൂടി കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മുന്നണി വിടണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ സമ്മേളനത്തിൽ ഉയർന്നിരുന്നുവെങ്കിലും പക്ഷേ ഇപ്പോൾ കോട്ടയം സമ്മേളനത്തിൽ ആ മുന്നണി വിടണമെന്നുള്ള വിമർശനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പക്ഷേ തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കടുത്ത അതൃപ്തി വ്യക്തമാക്കുകയാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്ന പ്രതിനിധി സഭാ ചർച്ചയിലെല്ലാം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള വിമർശനം. ഒരു തരത്തിലും മറ്റു മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളെ പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി ഏകാധിപതി സ്വഭാവത്തോടെ പെരുമാറുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാരിന് ഒരു ഇടത് സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തുടർച്ചയായിട്ടുള്ള ഈ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ സർക്കാർ പരാജയപ്പെടുന്നത് വലിയ രീതിയിൽ മുന്നണിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ CPIയുടെ 4 മന്ത്രിമാരും പരാജയമാണ്. ആ വകുപ്പുകൾ 4 പരാജയമാണ്. ഒപ്പം തന്നെ CPI വകുപ്പുകൾക്ക് വേണ്ടത്ര രീതിയിൽ പണം നൽകാതെ ധനവകുപ്പ് അതിനെ ബുദ്ധിമുട്ടിക്കുകയാണ്, അതിനെ വരിഞ്ഞു മുറുക്കുകയാണ് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ചിഞ്ചുറാണിയുടെ കഴിഞ്ഞ കൊല്ലത്തെ അപകടത്തെ തുടർന്ന് ഉണ്ടായ പരാമർശങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിച്ചിരുന്നു. പക്ഷേ മന്ത്രിമാരുടെ വാക്കുകൾ അത് സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് ചിഞ്ചുറാണിയുടെ പേര് പറയാതെ തന്നെ ഈ പ്രതിനിധി സഭയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. LDF സർക്കാരിനെതിരെയുള്ള എതിർപ്പാണ് പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. പക്ഷേ അതിനെ തിരുത്താനുള്ള ഒരു ശ്രമവും തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സഭാ ഉദ്ഘാടനത്തിൽ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള P. സന്തോഷ് MP ഈ മുന്നണി വിടാനുള്ള വാർത്തകൾ വെറും മാധ്യമ സൃഷ്ടിയാണ്, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത, വിമർശനങ്ങൾ സ്വാഭാവികം തന്നെയാണ് സമ്മേളന കാലത്ത്. പക്ഷേ എന്നിരുന്നാൽ പോലും മെച്ചപ്പെട്ട മുന്നണി സംവിധാനവും മെച്ചപ്പെട്ട പാർട്ടി സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട് എന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്തരത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരള കോൺഗ്രസിനെതിരെയുള്ള കടുത്ത വിമർശനം കോട്ടയത്ത് നടന്ന ഈ സമ്മേളനത്തിൽ ഉയർന്നു എന്നുള്ളതാണ്. നേതാക്കൾ മാത്രമേ ഇടതു മുന്നണിയിൽ എത്തിയിട്ടുള്ളൂ, പ്രവർത്തകർ ഇപ്പോഴും UDF തന്നെയാണ് എന്നുള്ള ശക്തമായിട്ടുള്ള വിമർശനം കേരള കോൺഗ്രസ് എമ്മിനെതിരെ CPI ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം അതിൽ വ്യക്തം തന്നെയാണ്. ഒപ്പം തന്നെ സഹകരണ വകുപ്പ്, അതുപോലെ തന്നെ നെല്ല് സംഭരണം, സപ്ലൈകോ അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ വീഴ്ച സംഭവിച്ചുവെന്നും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു, മുന്നണിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നുവെന്നും വിമർശനം ഉയർന്നിരിക്കുകയാണ് കോട്ടയം CPI ജില്ലാ സമ്മേളനത്തെ. ശരി, CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു, മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നും വിമർശനമുയർന്നു.